ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്ന് രാവിലെ വല്ലാത്തൊരു കാലാവസ്ഥയാണ്. പിന്നെ ഒരു എന്തു പറയുന്നത്, ഒരു മഴക്കോള്, ഒരു മഴ ചാറ്റൽ, തറയൊക്കെ കാണാം, ചാറിക്കിടക്കുന്നു മഴ. പിന്നെ തൂത്തില്ല. പിന്നെ വൈകിട്ട് നല്ല തൂത്തുവാരി, അത് തൂത്തുവാരിയിട്ടാലും പിന്നെ അങ്ങ് ഇങ്ങനെ ഈ കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് ഇപ്പം ഇല പൊഴിയുന്ന നമ്മുടെ പേരയുടെ ഇലയെല്ലാം കണ്ടോ പഴുത്ത് നിൽക്കുന്നു. അതിങ്ങനെ പൊഴിഞ്ഞ് താഴോട്ട് വീഴും. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മുറ്റത്ത്, പിന്നെ പല പല ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് വീഴും. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് തൂത്ത് വാരി നമുക്ക് അടുപ്പിലോട്ടിട്ട് പുകച്ച് കളയാൻ പറ്റത്തില്ല. ഞാനാണെങ്കിൽ ഇതൊക്കെ പിന്നെ വാരി കൊണ്ടുവന്ന് അടുപ്പിലോട്ടിട്ട് പുകയ്ക്കുമ്പോൾ നമ്മുടെ ഷീറ്റ് പുകഞ്ഞ് ഉണങ്ങിക്കോളും. പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പം അജുമോനാണെങ്കിൽ രാവിലെ എണീറ്റ് പിന്നെ അവന് വയ്യായിരുന്നു, അവന് സുഖമില്ല, അവന് പിന്നെ കൂടൽ വരെ ഒന്ന് പോകണമായിരുന്നു. അപ്പോൾ അവൻ അങ്ങോട്ടൊന്ന് പോയേക്കുക. കുറച്ച് മുട്ടയുണ്ടായിരുന്നു, അതൊന്ന് കൊണ്ട് കൊടുക്കാൻ, പിന്നെ ഇന്നലെയൊക്കെ പറഞ്ഞവർക്കൊക്കെ കൊടുക്കാനായിട്ട് അജു അങ്ങോട്ട് പോയി. ഞാൻ കുഞ്ഞിനോട് ആവുമെങ്കിൽ മാത്രം പോയാൽ മതി, പോകണ്ടെന്ന് പറഞ്ഞു. എന്നാലും അവൻ മുട്ടയുണ്ടെങ്കിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കത്തില്ല. അപ്പം തന്നെ അത് ചോദിക്കുന്നവർക്ക് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവന് ഒരു സമാധാനം വരുന്നത്. അപ്പോൾ അവനങ്ങനെ അങ്ങോട്ടൊന്ന് ഇറങ്ങിയേക്കുക. ഇന്നലെ ആണെങ്കിൽ നമ്മുടെ മുറ്റത്തൂടെ ഒരു കോഴിയെ ഓടിച്ചുകൊണ്ട് ഒരു കീരി വന്നു. കോഴി 2-3 കോഴികൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് ഞാനിന്ന് എല്ലാവരെയും തുറന്നു പിന്നെ വെള്ളമൊക്കെ കുടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കയറ്റി. അതിനകത്ത് വെള്ളം കുടിക്കാനുള്ള സൗകര്യമുണ്ട്, എന്നാലും അവർ തട്ടി മറിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വെളിയിലോട്ട് ഇറക്കി നിർത്തിയ പിന്നെ അതുങ്ങൾക്ക് വെള്ളമൊക്കെ കുടിപ്പിക്കുന്നത്. വെളിയിലോട്ട് ഇറക്കി നിർത്തി വെള്ളമൊക്കെ കുടിപ്പിച്ചിട്ട് നമ്മളിങ്ങനെ അകത്തോട്ടിങ്ങ് കയറ്റി. പിന്നെ എന്നിട്ട് ഞാൻ ഓരോരോ പണികളൊക്കെ ഇങ്ങനെ ചെയ്ത് നിൽക്കുക. കോഴി ഉള്ളതുകൊണ്ട്, കോഴി ഇപ്പുറത്ത് വരുന്നത് കൊണ്ട് നമുക്ക് ഒരു സാധനങ്ങളും നമുക്ക് പിന്നെ നടാനൊക്കാത്ത ഒരവസ്ഥ. എല്ലാവരും കൊത്തിപ്പറിച്ചങ്ങ് തിന്നും. 3-4 എണ്ണമൊക്കെ ഇപ്പുറത്ത് ചാടി വന്ന് നിൽക്കുന്നതുങ്ങളൊക്കെ. അങ്ങനെ പിന്നെ കണ്ടോ ജാതിയെ കുമ്പളം കയറി നിൽക്കുന്നത് കണ്ടോ, കുമ്പളങ്ങ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഇങ്ങനെ മേപ്പോട്ട് ഇഷ്ടംപോലെ തൂങ്ങിക്കിടപ്പുണ്ട് കേട്ടോ. അത് നമ്മൾ പറിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ കിണറ്റിനകത്ത് വീഴും. വലയുള്ളതുകൊണ്ട് ചിലപ്പം അവിടെ തങ്ങി നിൽക്കാനും സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് ആൺജാതിയാണ് കേട്ടോ, 2 ജാതിയാണ് നമുക്കുള്ളത്, ആൺജാതിയും പെൺജാതിയും ഉണ്ട്. അപ്പം നോക്കിയേ, അതേലെ ഇത് കണ്ടോ, കുഞ്ഞു കുഞ്ഞു പൂക്കൾ. ആൺജാതി എന്നും പൂ ഇങ്ങനെ പൂത്ത് നിൽക്കും. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ജാതിയിലെന്നും ജാതിക്ക കാണും. പിന്നെ അങ്ങനെ മൊത്തമായിട്ട് ഇല്ലാതാവത്തില്ല, ഒരെണ്ണമെങ്കിലും നമുക്ക് ആവശ്യത്തിന് എടുക്കാനായിട്ട് കാണും. അങ്ങനെ പഴുത്തിങ്ങനെ നിൽക്കുമായിരിക്കത്തില്ലെന്നേ ഉള്ളൂ. അങ്ങനെ കാണും. കണ്ടോ, നിറച്ച് പൂവാന്നേ, എൻ്റെ മേപ്പോട്ടെല്ലാം നിറച്ച് ഇങ്ങനെ പൂക്കളാണ്. ഇത് നമ്മൾ ആദ്യം താമസിച്ചിടത്തുനിന്ന് നമ്മൾ കൊണ്ടുവന്നതാണ് ഈ പൂ എല്ലാവരുടെയും വീട്ടിലുണ്ടോ? ഇത് പിന്നെ ചെമ്പരത്തിയുടെ ഒരു സൈസാണ്. ഇതിൻ്റെ 2 കളറുണ്ടല്ലോ. എത്ര കളറുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ 2 കളറേ കണ്ടിട്ടുള്ളൂ. ഈ ഒരു കളറും പിന്നെ ആണെങ്കിൽ പിന്നെ ഒരു പിങ്ക് പോലെ, ഒരു റോസ് പോലെ, പിങ്ക് അല്ല, ഒരു റോസ് കളർ പൂവും 2 എണ്ണം. റോസ് പല പ്രാവശ്യം കൊണ്ട് നട്ട് നോക്കിയിട്ടുണ്ട്, പക്ഷേ അത് ഉണ്ടായിട്ടില്ല, നമുക്ക് പിടിച്ചു വന്നിട്ടില്ല. ഇത് അച്ചാച്ചൻ കൊണ്ടുവന്ന് നട്ടത് അവിടെ നിന്ന് വന്നപ്പം. അവിടെയും അച്ചാച്ചനായിരുന്നു അച്ചാച്ചൻ്റെ ചേട്ടൻ, ഞങ്ങളുടെ സാമിയച്ചൻ, പിന്നെ ഇതുപോലെ ഒരു പ്രാവശ്യം വന്നപ്പം ഞങ്ങളുടെ പിന്നെ അവിടെ സ്കൂളിൻ്റെ അവിടുന്ന് കൊണ്ടുവന്ന് ഒരു വീട്ടിലുണ്ട് ഇഷ്ടം പോലെ. അവിടുന്ന് ഒരു കമ്പ് ഒടിച്ചുകൊണ്ട് വന്ന് നട്ടതാണ്. അത് പിന്നെ അങ്ങ് ഇഷ്ടം പോലെ ആയി. പിന്നെ അച്ചാച്ചനും അത് ഒടിച്ച് നടുമായിരുന്നു. അച്ചാച്ചൻ നടുന്ന എല്ലാ സാധനവും, ചെടിയായാലും എല്ലാം എന്തോ നട്ടാലും കിളിക്കും. അച്ചാച്ചൻ ഇതുപോലുള്ളതും ചെമ്പരത്തിയും തെച്ചിയൊക്കെ മാത്രമേ നടത്തുള്ളായിരുന്നു കേട്ടോ, പണ്ട് മുതലേ. അങ്ങനെ പിന്നെ അതുപോലെ പണ്ട് ഞങ്ങളുടെ കൊച്ചുനാളിലാണെങ്കിൽ ഇഷ്ടം പോലെ ഈ പിന്നെ എന്തു പറയുന്നത്, ഈ സീനിയ ഇഷ്ടം പോലെ, മഴ ചാറിക്കൊണ്ടിരിക്കും കേട്ടോ. സീനിയ ഇഷ്ടം പോലെ അച്ചാച്ചൻ നട്ടുപിടിപ്പിക്കുമായിരുന്നു. ഇഷ്ടം പോലെ സീനിയായും, പിന്നെ അതുപോലെ ഞങ്ങൾ കൊങ്ങിണിന്നും
പിന്നെ കൊങ്ങിണി എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അമ്മച്ചി ബന്ദി എന്ന് പറയും. പിന്നെ ഞങ്ങൾ കൊങ്ങിണി എന്ന് പറയും അതിന്. നിങ്ങളൊക്കെ എന്തുവാ പറയുന്നത്? പിന്നെ ചെണ്ടുമല്ലി എന്നൊക്കെ ചിലർ പറയും. നമ്മൾ പറയുന്നത് കൊങ്ങിണിയെന്നും ബന്ദിയെന്നും ഒക്കെയാണ് പറയുന്നത്. ഇഷ്ടം പോലെ പല കളറും പല രീതിയിലുള്ള തട്ടുകളും ഒക്കെ ഉള്ളതാണല്ലോ നമ്മുടെ കൊങ്ങിണിപ്പൂ. അപ്പോൾ ആ കൊങ്ങിണിയാണെങ്കിൽ അച്ചാച്ചൻ കൊണ്ടുവന്ന് ഇഷ്ടം പോലെ നട്ടിങ്ങനെ അങ്ങ് വളർത്തി. ആ 2 സാധനങ്ങളെ അച്ചാച്ചൻ നടത്തുള്ളൂ, സീനിയായും കൊങ്ങിണി. നട്ടിഷ്ടം പോലെ പണ്ട് ഞങ്ങൾ നടുന്ന സാധനം എന്തൊക്കെയായിരുന്നു അറിയോ? നമ്മുടെ വീട്ടിൽ, ഇവിടെ അല്ല, ഞാൻ ജനിച്ച് വളർന്ന് നമ്മൾ വിറ്റിട്ട് വന്ന ആ വീട്ടിൽ, അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നട്ടുപിടിപ്പിക്കുന്നത് പിന്നെ നമ്മുടെ ലേഡീസ് കനകാമ്പരം, അതുപോലെ ഇപ്പം ചൈനീസ് ബോൾസ് എന്ന് പറയും. പണ്ടൊക്കെ എല്ലാവരും പറയും ഷെല്ലിച്ചെടി എന്നായിരുന്നു പറയുന്നത്. അപ്പം ഇപ്പം അതിന് ചൈനീസ് ബോൾസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ പല കളറും പല പുള്ളിയുള്ളതും അല്ലാത്തതും പല കളറായിട്ടുള്ള അതൊക്കെയായിരുന്നു. പിന്നെ ആണെങ്കിൽ കപ്പ് സോസറും എന്നും പറഞ്ഞൊരു പിന്നെ ചെടി ഉണ്ടായിരുന്നു. അതിനകത്ത് പിന്നെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് പിന്നെ അത് നിറച്ച് പിന്നെ നമ്മുടെ ഈ പിന്നെ വെള്ളയ്ക്ക ഉണ്ടാകുന്ന നമ്മുടെ പിന്നെ ഇതുണ്ടല്ലോ, അതുപോലെ അതിരിക്കുന്നത് അതിൻ്റെ കായ് ഇങ്ങനെ അത് പൊട്ടി അതിനകത്ത് നിന്ന് ഇങ്ങനെ പിന്നെ അപ്പൂപ്പൻ താടി പോലെ അതിൻ്റെ ഇത് ഇങ്ങനെ പറന്ന് പോവും. ആ സൈസ് അതിഷ്ടം പോലെ പിന്നെ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ. അതിൻ്റെ പിന്നെ ചുമപ്പ് പോലെ ബ്രൗണും പോലെ ഉള്ള ഒരു ചുമപ്പും ബ്രൗണും കൂടെ ചേർന്ന് പോലെ ഉള്ള നല്ലൊരു കളറല്ലേ, പിന്നെ നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞാൽ വരുന്ന ചോരയുടെ കളറ് പോലെ ഉള്ള ഒരു കളറിലത്തെ അതിൻ്റെ പൂ അതിൻ്റെ മുകളിൽ അത് കപ്പും പിന്നെ സോസറ് അതിൻ്റെ മഞ്ഞ കളറ് പൂവും കൂടെ ആയിരുന്നു അതിനുള്ളത്. നല്ല രസമായിരുന്നു അത് കാണാൻ, നല്ല രസം. അത് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ അമ്മച്ചി കൊണ്ട് നട്ടതായിരുന്നു. ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചൈനീസ് ബോൾസ്, അതൊക്കെ നടുന്ന ആൾ അമ്മച്ചിയായിരുന്നു. എവിടെ കണ്ടാലും ഓടിച്ചുകൊണ്ട് വരും, കൊണ്ടുവന്ന് നടും. അതുപോലെ ബോൾസും എല്ലാ സൈസ് തട്ട് ബോൾസ് 3-4 കളറുണ്ടായിരുന്നു. അതുപോലെ അല്ലാത്ത ഒറ്റ തട്ടുള്ള ബോൾസിന് അതിഷ്ടം പോലെ. അത് ബോൾസ് എന്നൊന്നും അല്ലെന്ന് പറയും, ബോൾസൻ അങ്ങനെയാണ് പറയുന്നത്. ആ ബോൾസൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെന്തുവാ ചെടി, പിന്നത്തെ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലേഡീസ് കനകാമ്പരം, പിന്നെ നമ്പ്യാർ വട്ടം, പിന്നെ ആണെങ്കിൽ പിന്നെ മന്ദാരം വെള്ള കളർ മന്ദാരമേ എന്നുള്ളൂ. ഇപ്പോഴാ മഞ്ഞയും പിങ്ക് കളറും അങ്ങനത്തെ കളറുകളൊക്കെ ഞാൻ കാണുന്നത്. പണ്ടൊന്നും കണ്ടിട്ടില്ല. പണ്ടെന്ന് വെച്ചാൽ വെള്ള മാത്രം. നമ്മുടെ വീട്ടിലും ഉണ്ടായിരുന്നു വെള്ള. പിന്നെ ഗന്ധരാജൻ, അത് അമ്മച്ചിയുടെ വീട്ടിലും ഉണ്ട്, നമ്മുടെ വീട്ടിലും എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെയും കൊണ്ട് നട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും നിൽപ്പുണ്ട് ഗന്ധരാജൻ. നിങ്ങൾക്കറിയത്തില്ലേ, എന്തോ ഒരു മണമാണെന്നറിയാം അതിൻ്റെ പൂ ഉണ്ടായി കഴിയുമ്പോൾ. എനിക്ക് ഇതുപോലെ സ്കാനിങ്ങിനായിട്ട് പത്തനംതിട്ട പോയപ്പോൾ ഞാനും അജുമോനും കൂടെ അവിടെ സ്കാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പം അവിടെ ഒരു കടയും പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഞാനും അജുമോനും ഉച്ചയ്ക്ക് ചായയോ ചോറോ എന്താണ്ട് കഴിക്കാനായിട്ട് ഞങ്ങൾ അവിടെ കയറിയപ്പം അതിൻ്റെ തൊട്ടിപ്പുറത്ത് വീടിൻ്റെ മതിലിൻ്റെ മുറ്റത്തുണ്ട് ഇങ്ങനെ നിൽക്കുന്ന മതിലിൻ്റെ മേളിൽ കൂടെ. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് അത് കിട്ടിയേ പറ്റത്തുള്ളൂ. ഞാനത് ഒരു കമ്പൊടിച്ചെടുത്തു. അതായി നിൽക്കുന്നതുകൊണ്ട് കാണാതിരിക്കുമല്ലോ. ഇതാണ് ഗന്ധരാജൻ. ഇത് പൂവുണ്ടായി കഴിയുമ്പോൾ വെള്ള കളർ പൂ, തട്ടായിട്ടുള്ള പൂ ഉണ്ടായി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ. ഇതിനകത്ത് ഇത് മാത്രമല്ല, ഈ അരിമുല്ല നിൽപ്പുണ്ട് കേട്ടോ. അരിമുല്ല അതേ കൂടെ പടർന്നിട്ടുണ്ട്. ഇതാ ഗന്ധരാജൻ. ഈ ഗന്ധരാജനൊക്കെ ഇഷ്ടം പോലെ. പിന്നെ ഞാൻ പറഞ്ഞു ജാതിക്കയുടെ കാര്യം ഇവിടെ എല്ലാം ഉണ്ടായി വരുന്നുണ്ട്. ജാതിയാണ് നിൽക്കുന്നത് അവിടെ. ജാതിക്ക അവിടെയൊക്കെ ഉണ്ടായി ഇങ്ങനെ വരുന്നുണ്ട്, ചെറുതും വലുതുമായിട്ട്. ഇത് രണ്ടും കൂടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഇത് എപ്പോഴും എന്നും കാണും. പിന്നെ ഒരു ജാതിക്കയെങ്കിലും ഇല്ലാത്ത ഒരു സീസൺ പോലും നമുക്കുണ്ടായിട്ടില്ല. എന്നും കാണും, ഒരെണ്ണമെങ്കിലും പറിച്ചെടുക്കാൻ കാണുമെന്നുള്ളത്. നിൽക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയെല്ലാം കാണാതിരിക്കും ഇല്ലയോ. ചെറുതായിട്ടും വലുതായിട്ടുമൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഇവിടെ. ഇതിലെല്ലാം എനിക്ക് കാണുന്നുണ്ട്. ഉണ്ടൊക്കെ കണ്ടോ, ഒത്തിരി ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇലയുടെ അടിഭാഗത്തൊക്കെ ആയതുകൊണ്ടാണ് കാണാത്തത്.
ഇങ്ങനെ. പിന്നെ പണ്ടെല്ലാ വീട്ടിലും ഉള്ളത് ഈ പാലപ്പൂ. ഇത് അമ്മച്ചിയുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പാലപ്പൂ. ഈ സൈസ് പാലയായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ കുഞ്ഞ് സൈസൊക്കെ പലതും ഉണ്ടല്ലോ. അന്ന് ഈ വലിയ പാല നിറച്ച് ഇതുമായിട്ട്, ഇതിപ്പോൾ ഇതിൻ്റെ പുറത്തുകൂടെ നമ്മുടെ പിന്നെ എന്തു പറയുന്നത്, നമ്മുടെ കാച്ചിലെല്ലാം പടർന്നങ്ങ് കയറുമ്പോൾ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കാച്ചിൽ കയറാൻ തുടങ്ങുമ്പോൾ ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ച് കയറിക്കോട്ടെ. അങ്ങനെ കാച്ചിലൊക്കെ കയറിക്കഴിഞ്ഞാൽ പൂക്കൾ അധികമൊന്നും ഉണ്ടാകത്തില്ല. അതിങ്ങനെ ചൂടി അങ്ങ് കിടക്കുമ്പം. പിന്നെ നമ്മുടെ വീട്ടിലെ ചില കാര്യങ്ങളൊക്കെ എനിക്കാണെങ്കിൽ എൻ്റെ കൂട്ടുകാരെക്കുറിച്ചൊക്കെ എനിക്ക് ഭയങ്കര ഒത്തിരി കാര്യങ്ങൾ, ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ കാര്യങ്ങൾ ടീച്ചറെ മിക്കവാറും എന്നും വിളിക്കും. ഞാൻ അങ്ങോട്ടല്ല വിളിക്കുന്നത്, ടീച്ചർ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയോ ചെയ്യുന്നത്. എനിക്കതിന് സമയം കാണത്തില്ല കേട്ടോ കൂടുതലും. അപ്പോൾ ടീച്ചർ എന്നും എന്നെ ഇങ്ങോട്ട് വിളിക്കും. അപ്പോൾ ടീച്ചർ ഓരോ കാര്യം പറയുമ്പോഴത്തേന് ഞാൻ ഞങ്ങളുടെ കൂടെ പഠിച്ച ഓരോ പിള്ളേരെ കാര്യവും ടീച്ചറിനോട് പറയും. അപ്പോൾ ടീച്ചർ പറയും മറന്നു പോകുന്ന കാര്യങ്ങളെല്ലാം എന്നോട് ചോദിക്കും. എന്നോട് സംസാരിക്കുമ്പം എല്ലാവരെയും കാര്യം ഓർമ്മ വരും. അപ്പോൾ എനിക്കെന്നെ 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച എൻ്റെ ആനന്ദവല്ലി ടീച്ചർ, അന്നൊക്കെ ടീച്ചറെന്നല്ല ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത്, സാറെന്ന് തന്നെയാണ് പറയുന്നത്. ആനന്ദവല്ലി ടീച്ചറെന്നല്ല, ആനന്ദവല്ലി സാറെന്നാണ് പറയുന്നത്. ഒന്നി പഠിപ്പിച്ചത് സെറ്റും മുണ്ടുമൊക്കെ എടുത്തുകൊണ്ടായിരുന്നു ആനന്ദവല്ലി സാറ് വരുന്നത്. എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്ന ഓർമ്മകൾ എനിക്ക് ഭയങ്കര. അതുപോലെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരികൾ, എനിക്കതാണ് ഏറ്റവും ഭയങ്കര സങ്കടം. എൻ്റെ കൂട്ടുകാരെയൊക്കെ എനിക്ക് കാണാൻ. എൻ്റെ ബ്ലെസ്സി ജോണ്, ജൂലി, എൻ്റെ 1-ാം ക്ലാസ്സിലെ എൻ്റെ കൂട്ടുകാർ, പിന്നെ എൻ്റെ കൂടെ 1-ാം ക്ലാസ്സിൽ പഠിച്ച എൻ്റെ ബ്ലെസ്സി ജോണ്, എൻ്റെ ബിനു ജോസഫ്, പിന്നെ ജൂലി കെ ജോയി, പിന്നെ അതുപോലെ പിന്നെ ആണെങ്കിൽ എൻ്റെ സിന്ധുവസ്, ഒന്നി പഠിച്ചതാണ് കേട്ടോ സിന്ധുവസ്. പിന്നെ അങ്ങനെ എൻ്റെ ഷീന, എനിക്ക് 2 ഷീനയുണ്ട്. ചിന്നത്തമ്പി മുതലാളി എന്ന് പറയും, ഞങ്ങളുടെ മുറിഞ്ഞകലിലുള്ള ചിന്നത്തമ്പി മുതലാളിയുടെ മുറിഞ്ഞകൽ കഴിഞ്ഞിട്ട് താന്നിമൂട്ടിലുള്ളത്. അപ്പം ചിന്നത്തമ്പി മുതലാളിയുടെ കൊച്ചുമോൾ ഷീന, പാത്തു എന്നാണ് വിളിക്കുന്നത്. അവൾ ഇവിടെ ഇല്ല ഇപ്പം. 10-ാം ക്ലാസ് കഴിഞ്ഞപ്പം അവളെ കല്യാണം കഴിച്ച് അവിടെ അച്ഛൻ്റെ വീടെല്ലാം അങ്ങ് തമിഴ്നാട്ടിലായതുകൊണ്ട് അങ്ങോട്ടാണ് കല്യാണം കഴിച്ചുകൊണ്ട് പോയേക്കുന്നത്. പിന്നെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അത് ഓർക്കുമ്പം അനിതയുടെ അച്ഛനും തമിഴ്നാട്ടുകാരന്, ഗണേശൻ എന്നാണ് പേര്. അപ്പോൾ പിന്നെ അനിതയെല്ലാം അവരും അനിതയും കല്യാണം കഴിച്ച് വിട്ടേക്കുന്ന തമിഴ്നാട്ടിലാണ്. അപ്പോൾ എനിക്ക് അവരെയെല്ലാം ഒത്തിരി, എൻ്റെ കൂട്ടുകാരെയെല്ലാം ആ കൊച്ചുനാളിലെ 1-ലെ കൂട്ടുകാരെ മിസ്സ് ചെയ്യുന്നു. 2-ാം ക്ലാസ് കഴിഞ്ഞ് 3-ലായപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരി ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരിയുടെ പേര് സ്മിത വിശ്വനാഥൻ. നമ്മുടെ വീടിൻ്റെ, ഞങ്ങൾ വിറ്റിട്ട് വന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. എനിക്ക് പറയുമ്പം വാക്കുകളില്ല. എൻ്റെ സ്മിത അവരിവിടെ ഇല്ല, അവർ അമേരിക്കയിലാണ്. എൻ്റെ സ്മിതയെ എൻ്റെ ബിനീഷ് എൻ്റെ കൂടെ നേഴ്സറി മുതൽ പഠിച്ചതാണ്. സ്മിത 3-ാം ക്ലാസ്സിലായപ്പോഴാണ് വേറെ സ്കൂളിൽ നിന്ന്, പൂതങ്കര സ്കൂളിൽ നിന്ന് 3-ാം ക്ലാസ്സിലായപ്പോഴാണ് വന്നത്. പിന്നെ അപ്പം എനിക്ക് എന്തോ പറയുന്നത്, എനിക്ക് പറയാൻ വാക്കുകളിൽ. 2-ലാന്നോ 3-ലാണെന്നാണ് എൻ്റെ വിശ്വാസം സ്മിത വിശ്വനാഥൻ വന്നത്. പിന്നെ അവർ രണ്ടുപേരും, പിന്നെ സ്മിതയും ബിനീഷും രണ്ടുപേരും, ബിനീഷാണ് എൻ്റെ കൂടെ പഠിച്ചതാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ നേഴ്സറി മുതൽ ഞങ്ങൾ കൂടെ പഠിച്ചതാണ്. എൻ്റെ കൂടെ നേഴ്സറി പഠിച്ചതെന്ന് പറഞ്ഞാൽ ബിനീഷും പിന്നെ ശ്യാം സുധീഷനും ഒക്കെ ഒക്കെ എൻ്റെ കൂടെ പിന്നെ നേഴ്സറി പഠിച്ചതായിരുന്നു. എനിക്ക് പറയുമ്പോൾ എന്നെ കാണാൻ സ്മിതയും ബിനീഷും അവർ രണ്ടുപേരും പിന്നെ കല്യാണം കഴിച്ചു. അവർ രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ചു. അപ്പോൾ അവർ പിന്നെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. എന്നിട്ട് പിന്നെ അവർ രണ്ടുപേരും കൂടെ എന്നെ, അജുമോനെ കാണാനായിട്ട് അങ്ങേ വർഷം അവർ നാട്ടിൽ വന്നപ്പം എന്നെ, കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, അതോ അങ്ങേ വർഷമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, കഴിഞ്ഞ വർഷമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അജു 9-ൽ പഠിക്കുമ്പം 8-ാം ക്ലാസ്സിൽ സ്കൂൾ അടച്ച് 9-ലോട്ടാവാൻ തുടങ്ങുന്ന സമയത്ത് ആ സമയത്ത് സ്കൂൾ അടച്ച സമയത്ത് സ്മിത എന്നെ കാണാൻ വന്നു. ഞാൻ സത്യം പറഞ്ഞാൽ കോഴിക്കോട്ടിലായിരുന്നു ആ സമയത്ത്. അവരിവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അവിടെ പോയിട്ട് വന്നു എന്നെ കാണാനായിട്ട് രണ്ടുപേരും. ഞാൻ കോഴിക്കോട്ടിൽ നിന്ന് കോഴിവെള്ളം നീക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ ദേഹമാകെ അഴുക്ക. അന്നേരം പറഞ്ഞു ഞങ്ങളും തോട്ടിച്ചാടിയിട്ട് വന്ന അഴുക്ക, അവർ അമേരിക്കയിൽ നിന്ന് വന്നതെന്ന് ഓർക്കണം.
അത്രയും നല്ല ഇതായിട്ടുള്ള ഒരു സ്ഥലത്തു നിന്ന് വന്നതാണ്. എന്നെ കെട്ടി മുറുക്കി പിടിച്ച് രണ്ടുപേരും എനിക്ക് മറക്കാൻ വയ്യാത്ത അനുഭവങ്ങളിലൊന്നാണ് എൻ്റെ കൂട്ടുകാർ വരവ്. പിന്നെ എനിക്ക് ഒത്തിരി എൻ്റെ കൂട്ടുകാർ ഇപ്പോൾ അന്നേരം ചോദിക്കുമ്പം പറയും എൻ്റെ കൂട്ടുകാർ എൻ്റെ നിബുവും എൻ്റെ റിനുവും ഒക്കെയെന്ന് ചോദിക്കും. എൻ്റെ ഷീന, പിന്നെ എൻ്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ച് പിന്നെ ആശാമ്പള്ളിക്കൂടം മുതൽ പഠിച്ച് വളർന്ന എൻ്റെ ഷീന ബീഗം. അവൾ റാന്നിയിൽ, അവൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം നമ്മുടെ വീട്ടിൽ അവിടുന്ന് സ്കൂൾ മാറിപ്പോയി. പക്ഷേ അവൾ തിരിച്ച് ഒരു പ്രാവശ്യം PSC ടെസ്റ്റ് എഴുതാനായിട്ട് വന്നപ്പം പിന്നെ നമ്മുടെ വീട്ടിലെല്ലാം വന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോഴത്തേനും അവിടെ കല്യാണം കഴിഞ്ഞായിരുന്നു. പിന്നെ 7 പഠിച്ചപ്പം ഞങ്ങൾ ഭയങ്കര കൂട്ടെന്ന് പറഞ്ഞാൽ വിട്ടുപിരിയാത്ത കൂട്ട്. എന്തോ ഒരു കുഞ്ഞു കാര്യത്തിനൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് പിണങ്ങും. ചെടി കൊടുക്കും, ചെടി എനിക്ക് തിരിച്ചു വേണമെന്ന് പറയും, കൊണ്ട് നടും. മൂട് പിടിക്കുമ്പം ഞാൻ പിഴുതുകൊണ്ട് വരും, എനിക്ക് തിരിച്ചു തരാൻ പറയും. എന്നിട്ട് മൂട് പിടിച്ച് പൂക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പിഴുത് കൊണ്ട് നടും. അതിന് എന്തോ ഒന്നിച്ചാണ് ഞങ്ങൾ പാലും കൊണ്ട് പോകുന്നതും വരുന്നതും. അങ്ങനെ എല്ലാ കാര്യങ്ങളും, സ്കൂളിൽ പോകുന്നതും ട്യൂഷന് പോകുന്നതും പിന്നെ ഞങ്ങൾ ആശാമ്പള്ളിക്കൂടത്തിൽ പോകുന്നതും എല്ലാം ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. എന്നിട്ട് പിന്നെ ഇതുപോലെ ഷീന പിന്നെ പോയി ആ കല്യാണം കഴിഞ്ഞല്ല, 7ാം ക്ലാസ്സിലായപ്പോൾ എന്തോ ഒരു കാര്യം പറഞ്ഞ് ഞങ്ങൾ ട്യൂഷനൊക്കെ പോയിക്കൊണ്ടിരിക്കുക. മത്തായി സാറിൻ്റെ അവിടെ ഞങ്ങൾ ട്യൂഷന് പോകുന്നത്. അപ്പം അവിടെ ട്യൂഷന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തോ പറഞ്ഞ് പിണങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. എന്നാലും ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേനും 2 ആഴ്ച ആകുമ്പോഴത്തേനും ഒക്കെ മിണ്ടണ്ടെന്ന് അങ്ങനെ ഒരു കുഞ്ഞു പിണക്കത്തിലിരിക്കുന്ന സമയത്താണ് ഷീനയൊക്കെ വീട് മാറിപ്പോകുന്നത്. അവിടുന്ന് അവൾ എന്നോട് പറയാതായിരുന്നു പോയത്. പിന്നെ എനിക്ക് ഒരുപാട് നാളത്തേക്ക് എനിക്ക് വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ ഒരു ജീവിതത്തിൻ്റെ ഒരു കാര്യം. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഷീന PSC ടെസ്റ്റ് എഴുതാൻ വന്നു. ഭയങ്കര എന്തോ പറയണമെന്നറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഷീനയുടെ വീട്ടിൽ 4 പേരാണ് ഉള്ളത്. അവരെല്ലാവരും ഇപ്പം റാന്നിയിൽ, അവർ വെച്ചൂച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു പോയത്. പിന്നെ ഷീനയ്ക്ക് ഏറ്റവും മൂത്തത് പിന്നെ ആസാദ് എന്ന് പറയുന്ന അണ്ണനാണ് ഉള്ളത്. ഞങ്ങൾ അണ്ണച്ചി എന്നാണ് വിളിക്കുന്നത്. ഷീന എല്ലാം അണ്ണച്ചി എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഷീജാക്ക ഉണ്ട്. പിന്നെ ഷീബ എന്ന ഒരു ചേച്ചിയുടെ പേര്, ഞങ്ങൾ അക്ക എന്നാണ് വിളിക്കുന്നത് കേട്ടോ മുസ്ലിംസിനെ. പിന്നെ ഷീനയാണ് ഉള്ളത്. അങ്ങനെ അവർ 3 പെണ്ണും ഒരാണും. അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഷീബാക്ക ഒഴിച്ച് ബാക്കി 3 പേരും എന്നെ അജുമോനെയും കാണാനായിട്ട് പത്തനാപുരത്തൊരു മരണം ഉണ്ടായിരുന്നു അവർക്ക്. അവിടെ വന്നപ്പം ഇതുപോലെ തന്നെ അജുമോൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, 9 സ്കൂൾ അടച്ചിരിക്കുന്ന സമയത്ത് എന്നെ കാണാൻ ഇവിടെ വന്ന് ഓർക്കപ്പുറത്തുള്ള ഒരു വരവായിരുന്നു. അങ്ങനെ എനിക്ക് ഒത്തിരി സന്തോഷം, മറക്കാൻ എനിക്കാവാത്ത സന്തോഷങ്ങൾ എൻ്റെ കൂട്ടുകാർ തന്നിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ കൂട്ടുകാരെക്കുറിച്ച് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണേ. നിങ്ങളുടെ കൂട്ടുകാരെങ്ങനെയായിരുന്നു? ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ എന്നും ആഗ്രഹിക്കുന്ന, എനിക്ക് കാണാൻ ഒരുപാട് കൊതിയുള്ള ഒരാളുണ്ട്, എൻ്റെ കൂട്ടുകാരി ബിനു ജോസഫ്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും കാണുന്ന, എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ബിനു ജോസഫിനെ എനിക്കൊരു മെസ്സേജ് അയക്കാനായിട്ട് പറയണം. ബിനു ജോസഫ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയല്ല, പെൺകുട്ടിയാണ് കേട്ടോ. താങ്ക് യു. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. കമൻ്റ് അയക്കാൻ മറക്കരുത്.